ഇതല്ലേ? ഓ ഭയങ്കര. എന്താ സാറേ? എന്താണെന്നോ ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന പരാതി കിട്ടി, അത് അന്വേഷിച്ചു വന്നാ നമ്മള്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താ നിങ്ങൾക്ക് അറിയാമോ? അല്ല സാറേ, ഇതിപ്പോ നമ്മുടെ വീട്ടില് പാല് മേടിക്കണതും പച്ചക്കറി മേടിക്കണൊക്കെ കവറും പിന്നെ ഈ പറമ്പിലൊക്കെ, അതിപ്പോ നമ്മൾ കത്തിക്കാതെ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ഇതൊക്കെ കളക്ട് ചെയ്യാനാണ് ഹരിതകർമ്മ സേനയെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് ഹരിതകർമ്മ സേന. അതിനെക്കുറിച്ച് വല്ല അറിയാമോ? അറിയാം. മാസം വെറും 50 രൂപ കൊടുത്താൽ മാത്രം മതി. 50 രൂപ വലുതാണോ? ഇല്ലല്ലോ. 50 രൂപ വലുതാണ് സാറേ. പിന്നെയാണ് ഇങ്ങനെ ഇട്ട് കത്തിക്കുന്നത്. ഇനി കത്തിക്കില്ല. ഇനി കത്തിക്കില്ല. അഡ്രസ് എഴുതിയെടുക്ക്. പേരെന്തോ? അല്ല അഡ്രസ്സൊക്കെ എന്തിനാ? അതൊക്കെ വേണം, നിങ്ങൾ പേര് പറ. എന്റെ പേരാ സുധ. സുധ. വീട്ടുപേരാ? പുത്തൻപറമ്പില്. പുത്തൻപറമ്പിൽ. നമ്പർ ഇവിടെ പറ. നമ്പർ ഫോൺ നമ്പർ. എന്റെ നമ്പറാ? പിന്നെ എന്റെ നമ്പറാ. 9 8 8 7 7 6 4 6 4 5 5 9 9 22. ഇതെവിടെ പോണ പറഞ്ഞു ഇത് എത്ര നമ്പർ? ഇത് 11 നമ്പർ ആയല്ലോ. ആണോ? അപ്പൊ ലാസ്റ്റ് തരണം വെട്ടിയേക്ക്. അല്ല തെറ്റിപ്പോയതാ. 2. എന്താ സാറേ ഇത്? വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാർ. ഇനി ഞാൻ മറ്റേ അവർക്ക് കൊടുത്തോളാം കവറ്. അറിയില്ലായിരുന്നു അത് ഇത്ര ഇതാന്നുള്ളത്, അറിയില്ലായിരുന്നു പ്ലാസ്റ്റിക്കേ. ശരി, നമ്മളെ വിളിപ്പിക്കും. നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാവണം. സ്റ്റേഷനിൽ വരണോ? അതെ സാറേ, വേറൊരു കാര്യമുണ്ട്. എൻ്റെ ആങ്ങളെ പോലീസാ, കനകൻ. കനകൻ? ഈ പറഞ്ഞ കനകൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കനക, കനക, ലില്ലി. അവനെന്തേ? ഇവിടെ ഉണ്ട്. ഇങ്ങ് വിളിച്ചെങ്ങോട്ട്. എന്താണ്? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പറ്റുള്ളൂ കനക. നീ എന്താ ആങ്ങളെ? എന്ത് ദുഷ്ടനാന്നറിയവൻ, പരമദുഷ്ടനാണ്. എന്താ കാര്യം? കാര്യം എന്താന്ന് പറഞ്ഞു കൊടുക്ക് നീ. നിനക്കൊന്നും അറിയില്ല അല്ലേ? എനിക്കിനി കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷൻ? നീ എന്നെ പിടിപ്പിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ നീ? എടി, 2 പോലീസുകാർ വന്നടി. 2 പേര്. എവിടെ വന്നെന്ന് ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങൾ എവിടെ കാണുന്നിങ്ങനെ പറമ്പില്? എന്നെ പിടിക്കാൻ ഇവ വിട്ടേക്കണത് എന്താ കാര്യം? പ്ലാസ്റ്റിക് കത്തിച്ചെന്നടി, ഇച്ചിരി പോലും പ്ലാസ്റ്റിക്. പറ. ഇവിടെ പരിസര പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കണമെന്ന് പറഞ്ഞ് മറ്റേ സോമൻ എന്ന് പറഞ്ഞ ആള് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തായിരുന്നു 4 ദിവസത്തിന് മുമ്പ്. എന്നിട്ട് അവർ അന്വേഷിക്കാനൊന്നും ഇറങ്ങിയില്ല. അതിന് പരാതിയായിട്ട് വന്ന് ക്ലീറ്റോ കണ്ടവർ എന്തെങ്കിലും പറയണോ സ്റ്റേഷൻ വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ് സമ്മതിച്ചില്ല. 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് ഞാൻ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അത്ര ഞാൻ ചെയ്യുള്ളൂ. അല്ല നീ പോയത് ഒന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്കറിയാൻ പാടില്ല ഇതൊന്നും. എന്നോട് പറഞ്ഞത് കനകം വിളിച്ച് പറഞ്ഞിട്ടാ വന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചു. നീ പോയത് ഞാൻ അറിഞ്ഞാ. എന്നിട്ട് അവരെന്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. ഫോട്ടോയൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യുമോ അവര്? ചേച്ചിനെ ഒന്ന് പിടിക്കുമോ? ഇനി അങ്ങനെ പിടിക്കൊന്നുമില്ല. നീ എന്നെ അങ്ങനെ പിടിപ്പിക്കാന്നും വിചാരിക്കണ്ട. ഞാൻ എന്റെ പേരും മാറ്റി പറഞ്ഞു, വീട്ടുപേരും മാറ്റി പറഞ്ഞു, നമ്പറും മാറ്റി പറഞ്ഞു. നല്ല കാര്യം, അത്രയും ബുദ്ധിയെങ്കിലും കാണിച്ചല്ലോ. ഫോട്ടോ ആരെടുത്തത്? ഫോട്ടോ എന്റെ അടുത്ത്. ഫോട്ടോ എന്റെ അടുത്തത്